നിങ്ങളുടെ വീട്ടിനുള്ളിലോ വീടിൻ്റെ പരിസരത്തോ അരണകളെ കാണുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമാക്കേണ്ട ഒരു കാഴ്ചയല്ല. പാമ്പിൻ്റെയും പല്ലിയുടെയുമൊക്കെ വർഗത്തിൽപ്പെടുന്ന അരണ എന്ന ജീവി ഓരോ വീടുകളിലും വരുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. പാമ്പുമായി രൂപസാദൃശ്യമുള്ളതിനാലും പാമ്പിനെ പോലെ തന്നെ നാക്ക് നീട്ടുകയും പാമ്പിൻ്റേതുപോലെയുള്ള ചെറിയ കണ്ണുകൾ കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ പല ആളുകളും ഇവയെ കാണുമ്പോൾ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുകയും ഭയക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇതിൽ ഭയത്തിന് സ്ഥാനമുണ്ടോ എന്നുള്ളതും, ഈ അരണകൾ നിങ്ങളുടെ വീടിനകത്തോ വീടിൻ്റെ പരിസരത്തോ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ഫലമായി നടക്കുവാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയും ആർക്കും ഒരു ധാരണ ഉണ്ടാവില്ല. അത്തരത്തിൽ അരണകൾ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അത്തരത്തിൽ അരണകളെ വീട്ടിൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ അരണകളെ കാണുമ്പോഴും അരണകൾ വീട്ടിലും വീട്ടുപരിസരത്തുമായി വരുമ്പോഴുമൊക്കെ മിക്ക ആളുകൾക്കുമുള്ള ഒരു സംശയമായിരിക്കും, അരണ കടിച്ചിട്ടുണ്ടെങ്കിൽ വിഷം ബാധിക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്യുമോ എന്നുള്ളത്. അതുപോലെ തന്നെ അരണയുടെ ശരീരത്തിലുള്ള മഞ്ഞയും ചുവപ്പും കലർന്ന നിറം ചില സമയങ്ങളിൽ വിഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും ചില വ്യക്തികൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പാമ്പിനെ പോലെ വിഷഗ്രന്ഥികളോ വിഷപല്ലുകളോ ഉള്ള ജീവികളല്ല അരണ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അരണ കടിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും തന്നെ മരണം സംഭവിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അരണകൾ നൽകുന്ന ശുഭവും അശുഭകരവുമായിട്ടുള്ള സൂചനകളെ പറ്റി നോക്കാം. ഇതിൽ ഒന്നാമതായി പറയേണ്ടത് അരണ വീടിനുള്ളിൽ വന്ന് കയറുന്നതിനെ പറ്റിയാണ്. അതായത് ചില വീടുകളിൽ അരണ എപ്പോഴും വീടിനുള്ളിലേക്ക് കയറി വരികയും നിങ്ങൾ ഓടിച്ചു വിട്ടാൽ പോലും വീണ്ടും അത് അവിടെ തന്നെ വന്നിരിക്കുന്ന തരത്തിൽ കാണുവാനും കഴിയും. ഇത്തരത്തിൽ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അരണകൾ നിരന്തരമായി നിങ്ങളുടെ വീടിനുള്ളിലേക്ക് വന്നു കയറുന്നുണ്ടെങ്കിൽ അത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ വരുന്നു എന്നത് തന്നെയാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ നിലനിൽക്കുന്ന ചില മനസമാധാനം കെടുത്തുന്ന സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറി ചില നല്ല കാര്യങ്ങളും നേട്ടങ്ങളും ആ വീടിന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അരണകൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ വീടിൻ്റെ ഉള്ളിലോ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവയെ കൊല്ലുവാനോ ഉപദ്രവിക്കുവാനോ പാടില്ല. ഒരുപക്ഷെ അവയെ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണത്തിനു പകരം ചില ദോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. മാത്രമല്ല, ഈ അരണ എന്ന് പറയുന്ന ജീവി ഒരു സാധുജീവി കൂടിയാണ്. അവ വിഹരിക്കുന്ന സ്ഥലങ്ങളിൽ മനുഷ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുമെന്നല്ലാതെ മനുഷ്യനെ ഉപദ്രവിക്കുവാൻ ഇവ ശ്രമിക്കാറില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. അതിനാൽ തന്നെ നാം ഇവയെ ഉപദ്രവിക്കുവാനേ പാടില്ല. ഇനി രണ്ടാമതായി, നിങ്ങൾ അരണകളെ മഞ്ഞ നിറമുള്ള പൂക്കൾ വിരിയുന്ന ഏതെങ്കിലും ചെടിയുടെ അടുത്താണ് കാണുന്നത് എങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് സാമ്പത്തിക ഉന്നമനങ്ങൾ വരുവാൻ പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ ചെടിയുടെ മുകളിൽ ഇവ ഇരിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ആ ചെടിയുടെ ചുവട്ടിലായി ഇവ കാണപ്പെടുകയോ ചെയ്താൽ
അത് ഏറ്റവും ശുഭസൂചനയാണ്. അതുപോലെ തന്നെ തുളസി ചെടിയുടെ ചുവട്ടിലായി അരണിയെ കണ്ടിട്ടുണ്ടെങ്കിലും അത് പോസിറ്റീവായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ വീട്ടിൽ ഒരു ധനവരവ് ഉണ്ടാവുകയും സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുന്നതുമായും കാണുവാനും കഴിയും. ഇനി മൂന്നാമതായി, ചില വീടുകളിൽ 2 അതിലധികമോ അരണകളെ നിരന്തരം കാണുവാൻ കഴിയും. വീട്ടിൽ എന്ന് പറയുമ്പോൾ വീടിൻ്റെ മുറ്റത്തും പറമ്പിലും പരിസരങ്ങളിലുമൊക്കെയായി നിങ്ങൾ കാണുന്നത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഇത്തരത്തിൽ 2 അതിൽ അധികമോ അരണകളെ ഒരുമിച്ച് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ചില കൂടിച്ചേരലുകളെയാണ്. അതൊരു പക്ഷേ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്ന് നിങ്ങൾ കരുതിയിരുന്ന ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് തിരികെ കൂടിച്ചേരുന്നതോ ആവാം. എന്തു തന്നെയായിരുന്നാലും നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന തരത്തിലുള്ള ചില ഒത്തുചേരലുകളും ചില കൂടിച്ചേരലുകളും നിങ്ങൾക്ക് ഉടനടി ഉണ്ടാകും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതായി, അരണ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ ചത്തുകിടക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് അത്ര നല്ല സൂചനയല്ല. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളും മാനസികമായി നിങ്ങൾക്ക് വിഷമിക്കേണ്ട സാഹചര്യങ്ങളും വന്നു ചേരുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ ഒരു കാഴ്ച നിങ്ങളുടെ കൺമുൻപിൽ കാണുവാനിടയാകുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള കാര്യം വേണമെങ്കിലും നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്ക് സംഭവിച്ചേക്കാം. അതിനാൽ തന്നെ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിക്കുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുകയും വേണം. ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങളിലേക്ക് വരുവാനിരിക്കുന്ന ദോഷങ്ങളെ തീർച്ചയായും അകറ്റി നിർത്തും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ അരണയുടെ വാൽ മുറിഞ്ഞു കിടക്കുന്ന രീതിയിൽ വാൽ കഷണം മാത്രമായി കാണുകയാണെങ്കിൽ പോലും അത് സൂചിപ്പിക്കുന്നത് ശത്രുദോഷത്തെ തന്നെയാണ്. അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ദോഷം ആഗ്രഹിക്കുന്ന ആരൊക്കെയോ നിങ്ങളുടെ ചുറ്റുമുണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അവസരം വരുമ്പോൾ അവർ ദോഷകരമായ കാര്യങ്ങൾ വരുത്തി വയ്ക്കുമെന്നുമുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുകയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഉണ്ടാവുകയും വേണം. അതുപോലെ തന്നെ നിങ്ങളോട് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്ന ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് ഇതിനു മുൻപ് തന്നെ അറിയാമെന്നുണ്ടെങ്കിൽ അവരോട് അകലം പാലിക്കുകയും വളരെയധികം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സൂക്ഷിക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മുൻപിൽ അരണ എന്ന ജീവി പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും വേണം. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.